തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ കുഞ്ഞു മരിച്ചെന്ന് പരാതി. ശ്വാസതടസ്സം നേരിട്ടതിന് ആശുപത്രിയിൽ എത്തിച്ച 2.5 വയസ്സുകാരി ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ മരിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കാട്ടാക്കട മമൽ ആശുപത്രിക്കെതിരെയാണ് പരാതി. ആദ്യം പ്രതികരണം കാണാം. ആ പ്രതികരണത്തിലേക്ക് പിന്നെ വരാം. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, എന്താണ് കുടുംബം പറയുന്നത്? ഇപ്പോൾ ഈ ആശുപത്രിക്കെതിരെ ഈ രീതിയിലുള്ളൊരു ആരോപണം ഉന്നയിക്കാനിടയേണ്ട സാഹചര്യം എന്താണ്? വിവരങ്ങൾ. പ്രജിൽ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയാണ് ഇന്ന് രാത്രിയോടുകൂടി മരിക്കുന്നത്. അതിൽ പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് കാട്ടാക്കട മമ്മൽ ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ മമ്മൽ ആശുപത്രിയിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടിക്ക് കണ്ണുമായി ബന്ധപ്പെട്ട് ഒരു രോഗമുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പനി വരുന്നു. ആ പനിയെ തുടർന്ന് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ വെച്ചു. അതിനുശേഷം കുട്ടി ബോധരഹിതയായി എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്, അല്ലെങ്കിൽ ഈ കുടുംബം അടക്കം പറയുന്നത്. ഈ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ബോധരഹിതയായി, അതിനുശേഷം മരിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പിതാവും ഇപ്പോൾ ഒരു പ്രതികരണമായി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കുട്ടിയുടെ നില മോശമായിരുന്നു. അതിനുശേഷം നെയ്യാർ മെഡിസിറ്റിയിലേക്ക് ഈ ആശുപത്രി അധികൃതർ തന്നെ, മമ്മൽ ആശുപത്രി അധികൃതർ തന്നെ മാറ്റുന്നുണ്ട്. ആ സമയത്ത് ഈ ആശുപത്രിയിൽ നിന്ന് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് മാറ്റുന്ന സമയത്ത് തന്നെ കുട്ടി മരിച്ചിരുന്നു. ആ കാര്യം പോലും കുടുംബത്തെ അറിയിച്ചില്ല. കൂടാതെ കുടുംബത്തിലെ ആരെയും ബന്ധുക്കളെ ഒന്നും ഈ ആംബുലൻസിൽ കയറ്റാതെയാണ് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ കുടുംബം പിതാവ് അടക്കം പരാതിയായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഒരു അനാസ്ഥ പറയുന്നത്, ഈ ആശുപത്രിയിൽ എത്തിക്കാൻ നെയ്യാർ മെഡിസിറ്റിയിലേക്ക്, അത്യാഹിത വിഭാഗത്തിലേക്ക് ഈ മമ്മൽ ആശുപത്രിയിൽ നിന്ന് എത്തിക്കാൻ കാലതാമസം ഉണ്ടായി. നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുട്ടി അരമണിക്കൂർ മുന്നേ മരിച്ചു എന്നുള്ള കാര്യമാണ് അറിയിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഇഞ്ചക്ഷൻ വെച്ചതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം കൂടി കുടുംബം സംശയിക്കുന്നുണ്ട്. 2 ഇഞ്ചക്ഷൻ 2 കൈകളിലായി വെക്കുന്നു. ആ സമയത്ത് തന്നെ കുട്ടി ബോധരഹിതയായി വലിയ തരത്തിലുള്ള ശ്വാസതടസ്സം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ആര്യനാട് പോലീസ് ഇപ്പോൾ ദുരൂഹ മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. കൂടാതെ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം നെയ്യാർ മെഡിസിറ്റിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഈ എന്താണ് മറ്റു കാരണങ്ങൾ, ഇനി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മമ്മൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണങ്ങൾ കൂടി തേടിയിരുന്നു. അവിടെ ഒരു പ്രതികരണമില്ല. അവർ ഫോൺ എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബം തുടരുക. ഇപ്പോൾ എന്തായാലും ആ കുടുംബത്തിന്റെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. മോള് പറഞ്ഞു മോക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് 2 വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചെറി ഇങ്ങനെ കോണിപ്പറ്റി ഞാൻ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPR ECG ഒക്കെ വെച്ച് നോക്കി. രക്ഷപ്പെടാതെ നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാർ, ആര്യൻ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ബഹളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയും കൂടെ കയറ്റിക്കൊണ്ട് നെയ്യാർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ആദ്യമേ കൊണ്ടുവന്നപ്പോഴേ ഡെറ്റായിരുന്നു, മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മളൊരു 10 പ്രാവശ്യം മരുന്ന് കൊടുക്കാം. ആ മരുന്ന് കൊടുത്തിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി തിരിച്ച് കൊണ്ടുവരാൻ നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരീകരിക്കേണ്ടി വരും. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്കൊരു 10 മിനിറ്റോളം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്തു. എന്തായാലും ആ മരിച്ച 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയുടെ പിതാവാണ് അവർക്കുണ്ടായ ഈ ദുരനുഭവം ഇപ്പോൾ വ്യക്തമാക്കിയത്, വിശദമാക്കിയത്. മേഘന തുടരുന്നുണ്ട്. മേഘന, അത്യന്തം ഗുരുതരമായ പിഴവാണ് അങ്ങനെയെങ്കിൽ അവിടെ സംഭവിച്ചത്. ഈ ആശുപത്രിയെ ബന്ധപ്പെട്ടെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മേഘന പറഞ്ഞത്. ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളതായൊക്കെ ഈ കുടുംബം പറയുന്നുണ്ടോ? ഇതിപ്പോൾ അവർക്ക് മുന്നിൽ നിന്നാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറയുന്നു. ആ സമയത്താണ് കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായതും പിന്നീട് മരിക്കുന്ന സാഹചര്യം, കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് പറയുന്നു. അത് കണ്ടു നിൽക്കേണ്ടി വന്ന ആളാണ് ആ പിതാവ്. അദ്ദേഹം ആ കാര്യങ്ങൾ തുറന്ന് പറയുന്നുമുണ്ട്. വിവരങ്ങൾ.
തീർച്ചയായും പ്രജിൻ, അതിൽ വൈകാരിക നിമിഷങ്ങളിലൂടെ തന്നെയാണ് കുടുംബം കടന്നു പോകുന്നത്. ഇപ്പോഴും കുട്ടിയുടെ മൃതദേഹം അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളടക്കം നാളെ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. അതിൽ പ്രധാനപ്പെട്ട കാര്യം 18-ാം തീയതി മുതൽ തന്നെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കൺപോളയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസതടസ്സം, അതുപോലെ പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ ആശുപത്രികളിൽ ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ ആര്യനാട് ഗവൺമെന്റ് ആശുപത്രിയിലടക്കം ചികിത്സ തേടിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ആ ബുദ്ധിമുട്ടും ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഈ മമ്മൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. മമ്മൽ ആശുപത്രിയിൽ നിന്ന് എത്തിച്ചപ്പോൾ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷേ 2 ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം കുട്ടി ബോധരഹിതയായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പിതാവ് പറയുന്നത്. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. ആ സമയത്ത് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ വരെ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ 2 ഇഞ്ചക്ഷൻ എന്തിന്റേതാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ആശുപത്രി ഡോക്ടർമാരുടെ അടക്കം സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ കുടുംബം ഇപ്പോൾ പറയുന്നത് 2 ഇഞ്ചക്ഷൻ എടുത്തു, അതിനുശേഷം ബോധരഹിതയായി എന്നുള്ളതാണ്. അതിനുശേഷവും അവിടെ പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക്, നെയ്യാർ മെഡിസിറ്റിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാനും സമയമെടുത്തു. അതിനുശേഷം ഈ ആംബുലൻസിൽ കയറ്റാൻ ബന്ധുക്കളെ സമ്മതിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പിതാവ് ഉന്നയിക്കുന്നത്. നെയ്യാർ മെഡിസിറ്റിയിലേക്ക് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കളെ അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചത് എന്നുള്ള കാര്യം. അതിൽ ഈ കുട്ടിക്ക് ഒരു മരണകാരണമായേക്കാവുന്ന ഒരു രോഗം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ശ്വാസതടസ്സവും അതുപോലെ തന്നെ പനിയുമാണ് ഉണ്ടായത്. അത് എങ്ങനെ മരണത്തിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അതിൽ നിർണായകമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും കുടുംബം ഒരു ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മമ്മൽ ആശുപത്രിയുടെ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. മമ്മൽ ആശുപത്രി അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി അറിയാനുണ്ട്. പക്ഷേ ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, അതിൽ തന്റെ കുഞ്ഞ് മരിച്ചത് ഈ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ്, ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ടാണ് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്.